പാവങ്ങൾക്ക് മരുന്നു മേടിക്കാൻ പോലും വഴിയില്ലാതാക്കി 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയവർ കിഴക്കമ്പലത്ത് ഭക്ഷ്യസാധനങ്ങൾ വില കുറച്ചു നൽകുന്ന 2020യുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും അടപ്പിച്ചു. കുന്നത്തുനാട്ടിലെ ജനങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിന്റെ വിഷുക്കൈ നേട്ടമാണ് മാർക്കറ്റ് പൂട്ടിച്ചതിലൂടെ നടന്നിരിക്കുന്നത് എന്ന് 2020 പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പ്രതികരിച്ചു. CPM പ്രവർത്തകർ പരാതി നൽകിയതിനെ തുടർന്നാണ് 50% വിലക്കുറവിൽ ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചത് എന്നും അദ്ദേഹം ആരോപിച്ചു. 2014 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് 2015 2016 19 20 21 ഒക്കെ തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ഈ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നുമില്ലാതിരുന്ന നിയമങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിച്ചിരിക്കുന്നത് എന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ അഡീഷണൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പ്രവർത്തിപ്പിക്കാമെങ്കിലും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ നിർത്തിവെക്കാനായിരുന്നു കമ്മീഷന്റെ നിർദ്ദേശം. CPM പ്രവർത്തകർ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെതിരെ നൽകിയ പരാതി മനുഷ്യത്വരഹിതവും മാപ്പർഹിക്കാത്ത ക്രൂരതയുമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഏപ്രിൽ 2 ലഭിച്ച മാർഗനിർദ്ദേശം 10 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 12 മാത്രമാണ് ഉത്തരവായി നൽകിയത്. 12 മുതൽ കോടതി അവധിയാണെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബോധപൂർവം ഉത്തരവ് വൈകിപ്പിച്ചതാണെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആരംഭിച്ച സബ്സിഡി നിരക്കിൽ മരുന്നുകൾ നൽകുന്ന 2020യുടെ മെഡിക്കൽ സ്റ്റോറും CPMകാരുടെ പരാതിയെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടപ്പിച്ചിരുന്നു. പിന്നാലെ ഹൈക്കോടതിയെ സമീപിച്ച് 2020 അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയുണ്ടായി. ഇത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.